ഹായ്, ഞാൻ ഡോക്ടർ സിമി മോഹൻദാസ്, ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്റർ, വെൽഫാസ്റ്റ് ഹോസ്പിറ്റൽ, കോട്ടയത്തെ ഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ആണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് IVF പ്രൊസീജിയറിനെ കുറിച്ചാണ്. IVF അഥവാ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടവും ബീജവും ശരീരത്തിന് പുറത്ത് വെച്ച് സംയോജിപ്പിച്ച് ഭ്രൂണമുണ്ടാക്കി അത് അമ്മയുടെ ശരീരത്തിലേക്ക് തിരിച്ചു വെക്കുന്ന ചികിത്സയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ കൊളോക്കിയലായി പറയുന്ന IVFന്റെ സയന്റിഫിക് ആയിട്ടുള്ള ടെർമിനോളജിയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. IVF ചികിത്സ എന്ന് പറയുന്നത് ഒരു ഹയർ മൊഡാലിറ്റി ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ്. IVF ആർക്കൊക്കെ ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉണ്ടായിട്ട് ഓവുലേഷൻ ഇൻഡക്ഷൻ കൊടുത്തിട്ടും ഓവുലേഷൻ നടക്കാത്ത സ്ത്രീകളില് രണ്ടാം ഘട്ട ചികിത്സയും, അത് ലാപ്രോസ്കോപ്പിക് ഓവറിയൻ ഡ്രില്ലിംഗ് കഴിഞ്ഞു, ഇഞ്ചക്ഷൻസ് കഴിഞ്ഞു, എന്നിട്ടും ഓവുലേഷൻ സംഭവിക്കാത്ത സ്ത്രീകളില് IVF നമ്മൾ ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടിയ സ്റ്റേജ് ഓഫ് എൻഡോമെട്രിയോസിസ് ഉള്ളവരില്, അണ്ടാശയത്തില് അണ്ടത്തിന്റെ നമ്പർ വളരെ ക്രമാതീതമായി താഴെ പോയിട്ടുള്ള സ്ത്രീകളില്, കാരണങ്ങൾ കണ്ടെത്താനായിട്ട് ഇവാലുവേഷൻ നടത്തിയിട്ടും കാരണങ്ങളെല്ലാം നോർമലാണ്, കോസുകളെല്ലാം നോർമലാണ്, എങ്കിലും IUI ചികിത്സയും ഫെയിൽ ചെയ്തിട്ടുള്ള അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന വിഭാഗത്തിൽ പെടുന്ന കപ്പിളിന് പുരുഷവന്ധ്യതയില് വളരെ കൂടിയ ഗ്രേഡ് ഓഫ് പുരുഷവന്ധ്യത അല്ലെങ്കിൽ ബീജാണുക്കളുടെ അളവ് തീർത്തും കുറവായിട്ടുള്ള അവസ്ഥയായ അസൂസ്പെർമിയ ഉള്ള മെയിൽസിന്, ഇവർക്കൊക്കെ നമ്മൾ IVF ചികിത്സ ഓഫർ ചെയ്യാറുണ്ട്. IVF ചികിത്സ നടത്തുന്ന ഓരോ കപ്പിളും അവരുടെ ഡോക്ടറും ചേർന്ന് നടത്തേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ IVF ഡിസ്കഷൻ ആണ്. ഈ പ്രീ IVF ഡിസ്കഷനിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. റിയലിസ്റ്റിക് ആയി ഓരോ പേഷ്യന്റിനും എക്സ്പെക്ട് ചെയ്യുന്ന സക്സസ് റേറ്റ് എത്രയാണ്, IVF പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്, IVF പ്രൊസീജിയറിന് ഓരോ കപ്പിളിനും എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റ് എത്രയാണ്, അവരിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. കമ്മിങ് ടു ദ ഫസ്റ്റ് പോയിന്റ്, എന്താണ് റിയലിസ്റ്റിക് ആയ സക്സസ് റേറ്റ്? ഒരിക്കലും ഒരു ഇടത്തും ലോകത്തിൽ 100% സക്സസ് റേറ്റ് IVF പ്രൊസീജിയറിന് ഇല്ല. ഓരോ കപ്പിളിനും അവരുടെ മദറിന്റെ ഏജ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ IVFന്റെ സക്സസ് നിർണ്ണയിക്കുന്നതിൽ. അപ്പോൾ 25 വയസ്സ് 26 വയസ്സുള്ള നല്ല എഗ് നമ്പർ ഉള്ള ഒരു അമ്മയ്ക്ക് 60 to 80% സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ 40 വയസ്സിൽ അത് ചിലപ്പോൾ 10% താഴെയായിരിക്കും. അപ്പോൾ ഓരോ കപ്പിളിനും അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ വന്ധ്യതയുടെ കാരണം അനുസരിച്ച് എത്രയാണ് സക്സസ് റേറ്റ് എന്നുള്ളത് പ്രീ IVF ഡിസ്കഷന്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതുപോലെ പ്രോട്ടോകോൾസ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഡേയ്സ് എങ്ങനെയാണ്, എന്നൊക്കെയാണ് നിങ്ങളുടെ ഇഞ്ചക്ഷൻ തുടങ്ങുക, മോസ്റ്റ്ലി എത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ ഇഞ്ചക്ഷൻസ് അവസാനിക്കും, എഗ് പിക്കപ്പിനെ കുറിച്ചുള്ള ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ പ്രീ IVF ഡിസ്കഷനിൽ നമ്മൾ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ എത്ര കണ്ട് പണം ഈ ചികിത്സയ്ക്ക് കരുതണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഈ സെഷനിൽ പേഷ്യന്റിന് കൊടുക്കുകയാണ്. IVF ചികിത്സയുടെ ഭാഗമായി ഒരുപാട് ഫോളിക്കിളുകളെ അഥവാ അണ്ടം ഇരിക്കുന്ന അണ്ടകൂപങ്ങൾ, ഒരു അണ്ടം ഇരിക്കുന്ന ബബിൾ എന്നൊക്കെ പറയുന്ന ഫോളിക്കിളിനെ വളർത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് പുറത്തു നിന്ന് നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻസ് കൊടുക്കും പേഷ്യൻസിന്. ആ ഹോർമോൺ ഇഞ്ചക്ഷൻസിന്റെ ദൈർഘ്യം 8 മുതൽ 12 ദിവസം വരെ വേരി ചെയ്യാറുണ്ട്. അത് ഓരോ പേഷ്യന്റിന്റെ റെസ്പോൺസും അവരുടെ ഹോർമോൺ ലെവൽസും അവരുടെ ഫോളിക്കിൾ എത്ര കണ്ട് വലുതായി എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഇതിനിടയിൽ മിക്കവാറും 4-ാം ദിവസം സ്കാനുകൾ, 6-ാം ദിവസം, 8-ാം ദിവസം എല്ലാം സ്കാൻ ഉണ്ടാവാറുണ്ട്. അതിനുശേഷം ഫോളിക്കിളിന്റെ വലുപ്പം 18 മില്ലിമീറ്റർ അതിൽ കൂടുതൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന എല്ലാ ഫോളിക്കിളുകളും ഒരു നിശ്ചിത വലുപ്പത്തിന് മുകളിലെത്തി കഴിയുമ്പോൾ അണ്ടം വിരിയാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുക. ഈ അണ്ടം വിരിയാൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സെയിം ദിവസം തന്നെ നമ്മൾ പേഷ്യന്റ് ഫ്രഷ് ട്രാൻസ്ഫർ, അതായത് ഈ സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ എലിജിബിൾ ആണോ, അതോ ഭ്രൂണം ശീതീകരിച്ചു വെച്ച് പിന്നീടുള്ള ഒരു സൈക്കിളിലാണോ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം കൂടി എടുക്കാറുണ്ട്. അത് ഗർഭപാത്രത്തിന്റെ ഭിത്തിയുടെ ലൈനിങ്ങിന്റെ തിക്നെസ്, അന്നത്തെ ഹോർമോൺ സ്റ്റേറ്റസ്, ഹോർമോൺ ക്രമാതീതമായി കൂടി നിൽക്കുകയാണെങ്കിൽ ഭ്രൂണം ഗർഭപാത്രത്തിൽ പിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് കൂടി നിൽക്കുന്ന ഹോർമോൺ ഉണ്ടെങ്കിൽ നമ്മൾ ശീതീകരിച്ച് വെക്കുന്നതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ അണ്ടം വിരിയാനായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ദിവസവും പേഷ്യന്റുമായിട്ട് നടത്തുന്നു. അതിനുശേഷം 36 മണിക്കൂർ അല്ലെങ്കിൽ 34 മുതൽ 40 മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും അണ്ടം എടുക്കാനുള്ള ഓവം റിട്രീവൽ പ്രോസസ് നമ്മൾ പ്ലാൻ ചെയ്യും. എഗ് റിട്രീവൽ പ്രൊസീജിയർ എന്നത് പേഷ്യന്റിന് അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം ട്രാൻസ്വെജൈനൽ സ്കാനിന്റെ ഗൈഡൻസോടുകൂടി നീഡിലിട്ട് ഫോളിക്കിളിന്റെ ഉള്ളിൽ നിന്ന് എഗ്ഗിനെ പുറത്തെടുക്കുന്ന പ്രൊസീജിയറാണ്.
ഈ എഗ് റിട്രീവൽ പ്രൊസീജിയർ ചെയ്യുന്ന അപ്പോൾ വരെ നമ്മൾ കാണുന്നത്, സ്കാനിൽ കാണുന്നത് ഫോളിക്കിളുകളെ മാത്രമാണ്, അതായത് എഗ് ഇരിക്കുന്ന ബബിളിനെ മാത്രമാണ്. എഗ് പുറത്തെടുത്ത് അത് മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് 3 കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, ഈ ഫോളിക്കിളിന്റെ ഉള്ളിൽ എഗ് ഉണ്ടായിരുന്നോ ഇല്ലയോ, ആ എഗ്ഗിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിന്റെ മെച്യൂരിറ്റി എങ്ങനെയാണ് എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് നല്ല ഗൊണഡോട്രോപ്പിൻ മരുന്നുകളുടെ, ഇഞ്ചക്ഷൻ മരുന്നുകൾക്ക് നല്ല റെസ്പോൺസീവായി വളരുന്ന ഫോളിക്കിളുകളുടെ ഉള്ളിൽ അണ്ടം ഉണ്ടാവാറുണ്ട്. വളരെ റെയറായിട്ട് 5% താഴെ ആളുകൾക്ക് മാത്രം ചിലപ്പോൾ നമ്മൾ എഗ്ഗ് എടുക്കാൻ വേണ്ടി നീഡിൽ ഇട്ട് കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ എഗ്ഗ് ഉണ്ടാവാതിരിക്കുകയോ ഉണ്ടാവുന്ന എഗ്ഗിന്റെ ക്വാളിറ്റി വളരെ മോശമോ ആയി കാണാറുണ്ട്. എഗ് റിട്രീവൽ പ്രൊസീജിയറിന്റെ സെയിം ദിവസം തന്നെ നമ്മൾ പേഷ്യന്റിനോട് എത്ര നല്ല എഗ്ഗ് നിങ്ങൾക്ക് കിട്ടിയെന്നും എത്ര എണ്ണം ബീജവുമായി സംയോജിപ്പിച്ചു എന്നും പേഷ്യന്റിന് ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എംബ്രിയോളജി ലാബിൽ നിന്ന് അവർ എത്ര എണ്ണം ഭ്രൂണമാവാൻ തുടങ്ങിയിട്ടുണ്ട്, അഥവാ ഫെർട്ടിലൈസേഷൻ നടന്ന എത്ര എഗ് ഉണ്ട്, എത്ര എണ്ണം സൈഗോട്ട് ആയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ പറയും. അത് പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം 3-ാം ദിവസം നമ്മൾ എത്ര നല്ല ക്വാളിറ്റി ഭ്രൂണങ്ങൾ ഒരു പേഷ്യന്റിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം പേഷ്യന്റിനെ ധരിപ്പിക്കുന്നു. ആ ദിവസം നമ്മൾ ഫ്രഷ് ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രഷ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ശീതീകരിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് ഇൻഡിക്കേഷൻ ഉണ്ട് എങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡഡ് ആയിട്ട് 2 ദിവസം കൂടെ കൾച്ചർ ചെയ്യുകയോ ചെയ്യാണ് സാധാരണയായി പ്രൊസീജിയറിന്റെ സമയത്ത് ചെയ്യാറുള്ളത്. എഗ് റിട്രീവൽ കഴിഞ്ഞ് എംബ്രിയോ ഫോം ചെയ്തിട്ട് 3-ാം ദിവസം, അതായത് ഡേ 3 എംബ്രിയോ ആവുന്ന ദിവസം നമ്മൾ കപ്പിളിനെ ഒരു പോസ്റ്റ് IVF ഡിസ്കഷന് വേണ്ടി വിളിക്കാറുണ്ട്. ഈ ദിവസം നമ്മൾ എഗ് ക്വാളിറ്റി എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ, സ്പേം എങ്ങനെയുണ്ടായിരുന്നു, ഭ്രൂണം എങ്ങനെയുണ്ട്, എത്ര ഭ്രൂണം ശീതീകരിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ ഫ്രഷ് ട്രാൻസ്ഫർ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത്, എക്സ്റ്റെൻഡഡ് കൾച്ചർ അതായത് ഡേ 5ലേക്ക് കൾച്ചർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ, ഇതെല്ലാം പേഷ്യൻറ്റിന് കൊടുക്കുന്നത് ഈ ഡേ 3 ദിവസമാണ്. പേഷ്യൻറ്റിന് ഇപ്പോൾ ഫ്രഷ് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത് എങ്കിൽ ഈ ഡേ 3 എംബ്രിയോ ഫോം ചെയ്യുന്ന ദിവസം നമ്മൾ പേഷ്യൻറ്റിനെ, ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിനുള്ളിലേക്ക് വളരെ നോൺ ഇൻവേസീവായ അനസ്തീഷ്യ ആവശ്യമില്ലാത്ത ഒരു ടെക്നിക്കിലൂടെ തിരിച്ച് ഗർഭപാത്രത്തിനകത്തേക്ക് IUI പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ തിരിച്ചു വെക്കുകയാണ് ചെയ്യുക. വൺസ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്, വീട്ടിൽ പോകാമോ, ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമുണ്ടോ, എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, റെസ്റ്റ് വേണോ എന്നതിനെക്കുറിച്ചെല്ലാം. അതുവരെ നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയായിരുന്നോ ആ സെയിം റുട്ടീൻ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എന്തെല്ലാം ഫാക്ടേഴ്സ് നോൺ സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നോ അതെല്ലാം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സ്ട്രെസ് ഇല്ലാണ്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, കൃത്യമായി ഭ്രൂണത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തരുന്ന മരുന്നുകൾ മുടക്കുകൂടാതെ തെറ്റുകൂടാതെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഈ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഡേ 3 എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എങ്കിൽ 12ാമത്തെ ദിവസവും ഡേ 5 എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെങ്കിൽ 10ാമത്തെ ദിവസവും പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ബീറ്റാ HCG പരിശോധനയ്ക്കായി പേഷ്യൻറ്റിനെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്, ക്ലിനിക്കിലേക്ക് നമ്മൾ വിളിപ്പിക്കാറുണ്ട്. പേഷ്യൻ്റ് വന്ന് അവരുടെ ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കൗൺസിലിംഗ് സെയിം ദിവസം പേഷ്യൻറ്റിന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവുമ്പോൾ അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വാട്ട് ഇസ് എ നെക്സ്റ്റ് ഫേസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ഈ സെഷനിൽ ചെയ്യുന്നുണ്ട്. IVF അണ്ടർഗോ ചെയ്യുന്ന എല്ലാ കപ്പിളിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വറി, ഈവൻ സക്സസ് ആവുമോ എന്നുള്ളതിനെ കഴിഞ്ഞുമുള്ള വറി എന്ന് പറയുന്നത് ഒരു IVF പ്രഗ്നൻസിയാണ്. എൻ്റെ പ്രഗ്നൻസി നോർമലായിരിക്കുമോ, എൻ്റെ കുഞ്ഞ് നോർമലായിരിക്കുമോ എന്നുള്ളതാണ്. IVF പ്രഗ്നൻസീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകാവുന്ന ബ്ലീഡിങ്, പ്രീടേം ലേബർ, അബോർഷൻ, എക്ടോപിക് പ്രഗ്നൻസി എന്നുള്ളതെല്ലാം സാധാരണയായി കവിഞ്ഞ് സ്ലൈറ്റ്ലി റിസ്ക് കൂടുതലാണ് IVF പ്രഗ്നൻസി അണ്ടർഗോ ചെയ്യുന്ന ഒരു മാതാവിന്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, IVF കുട്ടിയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ. IVF പ്രൊസീജിയർ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ലാർജ് ഡേറ്റാബേസ് സ്റ്റഡീസ് പോലും തെളിയിക്കുന്നത് IVF കുഞ്ഞുങ്ങൾക്ക് സാധാരണ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച്, സാധാരണ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് പ്രൊസീജിയർ റിലേറ്റഡ് ആയ റിസ്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ IVF ബേബി ഉണ്ടായി അവർക്ക് കുട്ടി ഉണ്ടായതിനു ശേഷമാണ് IVF കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർക്ക് നോബൽ പ്രൈസ് പോലും കൊടുത്തത്. അതായത് ആ കുഞ്ഞിന് നോർമലായി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് IVF കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്.
സോ IVF പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യുവാണെങ്കിൽ ബി വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങളുടെ ക്ലിനിക്കുമായിട്ട് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഡോക്ടറുടെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. റിയലിസ്റ്റിക് ആയ സക്സസ് റേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. IVF ഒരു സിംഗിൾ IVF ഫെയിലിയർ എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിൽ ഡിസ്ഹാർട്ടൻഡ് ആവാതിരിക്കുക, നിങ്ങളുടെ ചികിത്സ തുടരുക. എന്തായാലും അറ്റ് സം പോയിന്റ് ഗോഡ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. താങ്ക് യു.